കൃഷിക്കാരുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നതായിരുന്നു യാത്രോദ്ദേശം. തീവണ്ടിയിലായിരുന്നു ഗാന്ധിജിയുടെ യാത്ര. തീവണ്ടിയിൽ തീരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നു. ഒരു 3-ാം ക്ലാസ് കമ്പാർട്ട്മെന്റിലായിരുന്നു അത്. തിരക്കില്ലാത്തത് മൂലം അദ്ദേഹം കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പഠിപ്പ് ഏട്ടൻ എണ്ണാൻ നിശ്ചയില്ലെങ്കില് അതങ്ങോട്ട് പറഞ്ഞാ പോരെ? ആ കാശ് ഇങ്ങെടുത്താ ഞാൻ എണ്ണിത്തരാം. വേണ്ട വേണ്ട, അത്യാവശ്യം എണ്ണാനൊക്കെ എനിക്കറിയാം. ഒരു എണ്ണലുകാരി വന്നിരിക്കുന്നു, ഞാൻ തന്നെ കണക്ക് കൂട്ടിക്കോളാം. നേരം പാതിരാത്രി ആയി കാണും. തീവണ്ടി ഒരു സ്റ്റേഷനിൽ നിന്നു. കുറെ കൃഷിക്കാർ കമ്പാർട്ട്മെന്റിലേക്ക് കയറി. നിനക്ക് കിട്ടുന്ന പൈസക്ക് നീ എന്താ ചെയ്യണേ? കാശുണ്ട് താടാ. എന്റെ ഇതേ ഉള്ളൂ. എപ്പോ നോക്കിയാലും ഇത് എന്നെ ചെക്കന്റെ പറച്ചില്. ഒരു 200 റുപ്യ ഉണ്ടെങ്കിൽ താ. ആ രാമേശ്വരം കൊടുക്കാനുള്ള പറ്റേ 800 ആയിരിക്കണം. എന്റെ ഇല്ലെന്ന് പറഞ്ഞില്ലേ, അടുത്ത ആഴ്ച തരാം. എന്നിട്ടിപ്പൊ കിട്ടും. വെറുതെ അല്ല നിന്നെ ചെറിയ എപ്പോഴും വഴക്ക് പറയുന്നത്. പറയട്ടെ, ഇഷ്ടം പോലെ പറയട്ടെ, ഞാൻ കേട്ടോളാം. ഇതെന്തിനാ? എനിക്കൊരു കാര്യത്തിനാ. എന്തിന്? ആ മണ്ട സൈക്കിൾ ചവിട്ടി ചവിട്ടി എന്റെ കാല് തേഞ്ഞു. പുതിയത് വാങ്ങാനാ. നമ്മുടെ വർഗീസേട്ടന്റെ കടയിൽ നോക്കി വെച്ചിട്ടുണ്ടോ ഞാൻ. പുതിയ സൈക്കിളിനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? വേണം, ഉണ്ടാക്കണം. കുറേശ്ശെ കൂട്ടി ഉണ്ടാക്കണം. ഈ വേല എളുപ്പത്തിൽ വീഴിക്കാവുന്ന ആരും മോഹിക്കണ്ട. ഞാൻ വീണേ മുരുകൻ വിചാരിക്കും. ആര്? കരുവാ മുരുകനോ? സാക്ഷാൽ പളനിമല മുരുകൻ ദണ്ഡായുധ പാണി. ഓ, ആ മുരുകൻ. വേലായുധമാക്കിയവനാണ് വേലായുധൻ മുരുകൻ. അതായത് ഞാൻ തൊഴുക, എന്നെ തൊഴുക. മുണ്ട്, ചെരുപ്പ് ഇവിടെ. പഴനിമല കോവിലില് പാൽ കാവടിയോ തുടങ്ങി. 8 വർഷം തുടർച്ചയായിട്ട് കാവടി തോളിലേന്തി പഴനിമല ചവിട്ടുവനാണ് വേലയത്. അറിയാമോ കള്ളു കുടിച്ചുകളെ? മുറുക വടിവേല എല്ലാരും കൂടെ എന്നെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോകുവാന്നോടെ. കൊലപാതകളെ പണി. അയ്യോ അമ്മേ, ഇത് രാവിലെ പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന കാടിവെള്ളല്ലേ? അതെ, അറിഞ്ഞോണ്ട് തന്നെയാ. ആട്ടം നിൽക്കട്ടെ, നടക്കണേ. ഇന്നത്തെ പഴമക്ക് ഇത്ര മതി. അവിടെ ഇരിക്കട്ടെ, ശല്യം. അമ്മ ഈ പറയണ പോലൊന്നും അല്ല. മക്കളെ കുറിച്ച് ഓർത്താ മനസ്സമാധാനം ഇല്ലാത്തത്. കുട്ടികളുടെ കാര്യോർത്ത് നീ എന്തിനാ വിഷമിക്കണ പെണ്ണേ? അവനിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. അമ്മയെന്നല്ല, ഇനി ദൈവം തമ്പുരാൻ നേരിട്ട് ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും ഒരു കൂസലില്ലാത്ത സാധനം അത്. വീടൊന്നും കുട്ടികളൊന്നും ഒരു ചിന്തയില്ല. അച്ഛൻ എന്നും കുടിച്ചു വന്നിട്ട് അമ്മയായിട്ട് വഴക്കാണ് അമ്മമ്മേ. മിണ്ടാതിരിക്കടി. ഇവളുടെ പരീക്ഷ കഴിഞ്ഞു കിട്ടിയതിന്റെ ഭാഗ്യം. പഠിക്കാനൊക്കെ മിടിക്കുകയാണ്. സ്കൂളിൽ ടീച്ചർമാരും മാഷുമാരൊക്കെ പറയണത് ഇവളെ ഇനി ഉയർന്ന ക്ലാസ്സിൽ പഠിപ്പിക്കണമെന്നാ. അതിന് അവള് +2 തന്നെ കടന്നു കിട്ടുമെന്ന് ആര് കണ്ടു? ഒരിക്കൽ പഠിപ്പ് നിർത്തിയതല്ലേ. ഞാനൊക്കെ ജയിക്കും മുത്തശ്ശ, നല്ല ഉറപ്പുണ്ട് എനിക്ക്. സ്കൂളിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന വീട്ടിൽ ചേച്ചിയാണ് മുത്തശ്ശ. ഇന്നാളൊരു സമ്മാനം കിട്ടി. എന്ത് സമ്മാനം? ഒരു ക്ലോക്ക്. അത് അച്ഛൻ കൊണ്ടുപോയി വിറ്റു. ഈ പെണ്ണിനെ ഞാൻ അതൊന്നും സാരില്ല. അമ്മമ്മയുടെ കുട്ടി ജയിക്കട്ടെ, അപ്പൊ ക്ലോക്കും വാച്ചും ഒക്കെ വാങ്ങിക്കാം. കോളേജിൽ പോയി പഠിക്കുകയും ചെയ്യാം. അതിന് തന്ത സമ്മതിച്ചിട്ട് വേണ്ടേ? ഇപ്പൊ തന്നെ പറയണത് പഠിപ്പൊക്കെ നിർത്തി വല്ല പണിക്കും പറഞ്ഞേക്കാമെന്നാ. മാസം മാസം ശമ്പളം എണ്ണി വാങ്ങാലോ. ഞാൻ പോവില്ല, എനിക്ക് ഇഷ്ടമല്ല. ഞാനിനി സ്കൂൾ ഓർക്കുമ്പോഴേ അങ്ങോട്ടുള്ളൂ. മുത്തശ്ശന്റെ കുട്ടി ഇനി എവിടെയും പോകണ്ട. ഞങ്ങൾക്ക് ഇവിടെ മിണ്ടിയും പറഞ്ഞു പിടിക്കാൻ ഒരാളായല്ലോ. നിനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരേടി.
എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ട. ഇന്ന് തന്നെ വരാൻ സാധിച്ചത് കുട്ടികൾ കരഞ്ഞു പറഞ്ഞോണ്ടാ. രാവിലെ തന്നെ പോണം. കോമളെ, എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ദേ ആരെങ്കിലും കണ്ട അസലാവും. വേഗം പൊയ്ക്കോ. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയോ? ആരാ ഈ നട്ടപ്പാതിരിക്ക് അറക്കങ്ങയിലും ഉറങ്ങിയില്ലേ? ആരാ കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഈ ഷക്കീലക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ 4 കുളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപിടി ഉണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. ഓക്കെ. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ആ ചേട്ടാ, ഇത് ഇങ്ങനെ ചേട്ടാ, ചേട്ടോ, ഒറ്റയൊന്ന് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. ചായ. അബുക്ക, അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട. ഇന്ന് ഹർത്താൽ വല്ലതും ഉണ്ടാ? എന്തേ? ഏയ് ലീവാക്കല്ല. വേലുസ്വാമി സമാധിയായോ? നമസ്കാരം. അയ്യോ, ഇതെന്താ പറ്റിയേ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുപോലാണ് പനിയാ. മേല് പപ്പടം വെച്ചാ പൊളിക്കും, അത്ര ചൂടാ. ആ, ഇത് പേടിപ്പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കിണാറിനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിച്ചാൽ മതി. അതെ പോയി. പോയോ? ആ, അയ്യോ, ചരട്. നിക്ക്, നിക്ക്, നിക്ക്. എത്ര സ്വർണ്ണ എന്റെ ഈശ്വര. ഇതുപോലെയൊക്കെ നിട്ട് നടക്കാൻ എന്നൊരു ഭാഗ്യം ഉണ്ടാവാ. ആ, എവിടെ? ഒക്കെ പോയില്ലോ. മുത്തശ്ശൻ കണ്ടാന്ന് ചീത്ത ഉറപ്പായിട്ട് കിട്ടും.